എന്നെ കെട്ടിച്ചത് കോഴിക്കോടേക്കാണ്. പക്ഷേ എൻ്റെ നാട് ബാലുശ്ശേരിയാണ്. എൻ്റെ നാട്ടിൽ ഇങ്ങനത്തെ പല്ലട പ്രോഗ്രാം അങ്ങനത്തെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ കോഴിക്കോട് ഭാഗത്തേക്ക് ഇത് ഭയങ്കര ഫേമസ് ആണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർക്ക് നടത്തണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു. അപ്പം ഞാൻ യൂട്യൂബിലൊക്കെ അടിച്ച് നോക്കിയപ്പോൾ ദാ ഈ ഒരു കോസ്റ്റ്യൂമൊക്കെ ആക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഒരു മുല്ലാക്ക സ്റ്റൈൽ പിടിച്ചു നമ്മൾ. ശരിക്കും പറഞ്ഞാൽ ഒരു പിയാപ്ലൻ ഒരുക്കുന്നല്ലോ കേട്ടോ. ഓൻ ഒരുക്കി വന്നപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പണ്ട് മുതലേ പെൺകുട്ടിയെ വേണം, എനിക്ക് ഒരുക്കി കൊണ്ടുനടക്കണം എന്നൊക്കെയായിരുന്നു ആഗ്രഹം. പക്ഷേ ആൺകുട്ടി ആയതുകൊണ്ട് തന്നെ എനിക്ക് നടന്നില്ല എന്നുള്ള സങ്കടമൊന്നുമില്ല. ഞാൻ മാക്സിമം ഓൻ്റെ വേണ്ടി മുതലാക്കലുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇതാ പല്ലട തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ പല്ലടം എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ നിന്ന് അട ഉമ്മ കൊണ്ടുവരും. എന്നിട്ട് ആ അടയും കൂടി ആ പല്ലടേനെ നിരത്തി വെക്കുന്ന ആ സെക്ഷനിൽ വെക്കണം. അതാണ് മെയിൻ ഹൈലൈറ്റ്. ശരിക്കും 12 ഐറ്റംസ് വെക്കേണ്ടതാണ്. പക്ഷേ നമുക്ക് 8 ഐറ്റംസ് കിട്ടിയുള്ളൂ. അതുകൊണ്ട് അതാണ് വെച്ചത്. ഇതിന് ഓരോന്നിനും ഓരോരോ കഥകളുണ്ട്. അതായത് പെണ്ണെടുത്താൽ ഒരുപാട് വിദ്യാഭ്യാസം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ഈ മൊച്ചിങ്ങ എടുത്താൽ അതായത് വെളിച്ചിലെടുത്താൽ ഒരുപാട് പറമ്പുകൾ ഉണ്ടാവും. ഗോൾഡ് എടുത്താൽ അതിൽ കുറേ നമുക്ക് ഗോൾഡൊക്കെ മേടിക്കാനുള്ളൊരു ഇതൊക്കെ സംഗതിയൊക്കെ ലൈഫിൽ വരും. അങ്ങനെ ഒരുപാട് വശങ്ങളൊക്കെ ഇതിനുണ്ട്. അപ്പം പല്ലടൊക്കെ കഴിഞ്ഞ് ആദ്യം തന്നെ അവൻ എടുത്തത് മൊച്ചിങ്ങയാണ്, പിന്നെ എടുത്ത് ഗോൾഡാണ്, പിന്നെ പെണ്ണെടുത്തു. പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ല അടിപൊളി ഫുഡൊക്കെ നമ്മൾ ഒരുക്കിയിരുന്നു. നല്ല കോഴിക്കോടൻ സ്പെഷ്യൽ കണ്ണച്ചപ്പത്തിരിയും പയനിറച്ചും ബീഫ് ഫ്രൈയും നെയ്ച്ചോറും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തിന്ന് ഓല നേരെ പൊരക്ക് പിടിച്ചു. പിന്നെ ഇത്രയേ ഉള്ളൂ. ബൈ.